വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് ഡയറി. ഹിന്ദിയിലെ പ്രസിദ്ധ കഥാകാരനായ പ്രേംചന്ദിന്റെ കഥയാണ് ഠാക്കൂർ കാ കുആം. ഇതിന്റെ കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ജാതി വ്യവസ്ഥയാണ് ഈ കഥയുടെ വിഷയം. രോഗിയായ ജോക്കു കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ അയാളുടെ ഭാര്യ വെള്ളം നൽകി. എന്നാൽ അത് ദുർഗന്ധമുള്ള വെള്ളമായിരുന്നു. മലിനജലം കുടിച്ചാൽ രോഗം വർദ്ധിക്കുമെന്നറിയാവുന്നതുകൊണ്ട് ഗംഗി ജോക്കുവിനെ വെള്ളം കുടിക്കുന്നതിൽ നിന്നും വിലക്കുന്നു. വേറെ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് അവൾ പറഞ്ഞു. എന്നാൽ ഗ്രാമത്തിൽ വേറെ 2 കിണറുകളേ ഉള്ളൂ. ഒന്ന് ഠാക്കൂറിന്റെയും മറ്റൊന്ന് വ്യാപാരിയായ സാഹുവിന്റെയും. എന്നാൽ അവിടെ നിന്നും വെള്ളം എടുക്കാൻ എളുപ്പമായിരുന്നില്ല. അവർ താണജാതിയിൽപ്പെട്ടവരായിരുന്നതുകൊണ്ട് അവരുടെ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കാൻ അനുവദിച്ചിരുന്നില്ല. രാത്രിയിൽ കുടവും എടുത്ത് ഗംഗി ഠാക്കൂറിന്റെ കിണറിനടുത്തേക്ക് പോകുന്നു. ഈ സമയം ഠാക്കൂറിന്റെ വീട്ടുവാതിൽക്കൽ 4-5 പേർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ഠാക്കൂറിന്റെ സ്തുതിപാഠകരായിരുന്നു. അവർ പോയതിനു ശേഷം വെള്ളമെടുക്കാമെന്ന് കരുതി ഗംഗി അങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കാം. കുപ്പി കി ധുന്ദലി രോഷ്നി കുയേം പർ ആ രഹി ഥി. കുപ്പി കി ധുന്ദലി രോഷ്നി. കുപ്പി എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ വിളക്ക്. ധുന്ദലി എന്ന് പറഞ്ഞാൽ മങ്ങിയ. രോഷ്നി പ്രകാശം. മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ പ്രകാശം. കുപ്പി കി ധുന്ദലി രോഷ്നി കുയേം പർ ആ രഹി ഥി. കിണറ്റിനടുത്തേക്ക് ഈ മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ പ്രകാശം വരുന്നുണ്ടായിരുന്നു. ഗംഗി ജഗത് കി ആഡ് മേം ബൈട്ടി മൗക്കെ കാ ഇന്തിസാർ കർനെ ലഗി. ഗംഗി ജഗത് കി ആഡ്. ജഗത് എന്ന് പറഞ്ഞാൽ കിണറിന്റെ മതിൽക്കെട്ട്, അതായത് കിണറിന് ചുറ്റും കെട്ടിയിരിക്കുന്ന മറയാണ് ഉദ്ദേശിക്കുന്നത്. ജഗത് കി ആഡ് മേം കിണറിൻ കരയുടെ മറയിൽ വന്നിരിക്കുകയാണ്. ബൈട്ടി മൗക്കെ കാ ഇന്തിസാർ കർനെ ലഗി. മൗക്കെ എന്ന് പറഞ്ഞാൽ അവസരം. ഒരു അവസരത്തിനായി ഗംഗി അവിടെ കാത്തിരിക്കുകയാണ്. ഇന്തിസാർ കർന കാത്തിരിക്കുക. ഇസ് കുയേം കാ പാനി സാരാ ഗാവ് പീതാ ഹേ. ഇസ് കുയേം കാ പാനി ഈ കിണറ്റിലെ വെള്ളം സാരാ ഗാവ് മുഴുവൻ ഗ്രാമവും പീതാ ഹേ കുടിക്കുന്നു. കിസി കെ ലിയേ രോക് നഹീം ആർക്കും തടസ്സമില്ല. സിർഫ് യേ ബദ്നസീബ് നഹീം ബർ സക്തേ കേവലം ഈ ഹതഭാഗ്യക്ക് മാത്രം വെള്ളമെടുക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ഗംഗി അവിടെ നിന്നുകൊണ്ട് ആലോചിക്കുന്ന കാര്യമാണ്, ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും കുടിക്കുന്നത് ഈ കിണറ്റിലെ തന്നെ വെള്ളമാണ്, ആർക്കും ഒരു തടസ്സവുമില്ല. എന്നാൽ കേവലം ഈ ഹതഭാഗ്യയായ എനിക്കും അല്ലെങ്കിൽ ഗംഗയ്ക്കും അതേപോലെയുള്ള താഴ്ന്ന ജാതിക്കാർക്കും മാത്രം എടുക്കാനായിട്ട് അനുവാദമില്ല. ഗംഗി കാ വിദ്രോഹി ദിൽ റിവാസി പാബന്ദിയോം ഔർ മസ്ബൂരിയോം പർ ചോട്ടേം കർനെ ലഗാ. ഗംഗി കാ വിദ്രോഹി ദിൽ. വിദ്രോഹി എന്ന് പറഞ്ഞാൽ വിപ്ലവാത്മകമായ. ഗംഗയുടെ വിപ്ലവാത്മകമായ മനസ്സ്. ദിൽ എന്ന് പറഞ്ഞാൽ മനസ്സ്. റിവാസി പാബന്ദിയോം. റിവാസി എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ. പാബന്ദിയോം നിയന്ത്രണങ്ങൾ. അപ്പോൾ ഗംഗയുടെ വിപ്ലവാത്മകമായ മനസ്സ് പരമ്പരാഗതമായ നിയന്ത്രണങ്ങളെയും ഔർ മസ്ബൂരിയോം കൂടാതെ എന്തും നിർബന്ധങ്ങൾ. മസ്ബൂരിയോം എന്ന് പറഞ്ഞാൽ നിർബന്ധങ്ങൾ. അപ്പോൾ ഗംഗയുടെ വിപ്ലവാത്മകമായ മനസ്സ് പരമ്പരാഗതമായ നിയന്ത്രണങ്ങളെയും നിർബന്ധങ്ങളെയും എതിർക്കാൻ തുടങ്ങി. ചോട്ട് എന്ന് പറഞ്ഞാൽ മുറിവ് എന്നാണ് അർത്ഥം. ആ മനസ്സ് മുറിവേൽക്കാൻ തുടങ്ങി. അതിനെ എതിർക്കാനുള്ള വിപ്ലവാത്മകമായ ഒരു ചിന്തയോടുകൂടിയാണ് ഗംഗി ഇപ്പോൾ നിൽക്കുന്നത്. അവൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഹം ക്യോം നീച്ചേം ഔർ യേ ലോഗ് ക്യോം ഊഞ്ചേം. ഹം ക്യോം നീച്ചേം ഞങ്ങൾ എന്തുകൊണ്ടാണ് താഴ്ന്നവരായത്. ഔർ യേ ലോഗ് ക്യോം ഊഞ്ചേം എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾ ഈ ആളുകൾ ഉയർന്നവരായത്. ഇസ്ലിയേ കി യേ ലോഗ് ഗലേ മേം താഗ് ഡാൽ ലേത്തെ ഹേം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി ഈ ആളുകൾ ഗലേമേം കഴുത്തിൽ, താഗ് ഡാൽ ലേത്തെ ഹേം താഗ് എന്ന് പറഞ്ഞാൽ ചരട്, കഴുത്തിൽ ചരട് കെട്ടുന്നത് കൊണ്ടാണോ. ഇവിടെ ബ്രാഹ്മണർ ഉപയോഗിക്കുന്ന പൂണൂലിനെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. യഹാം തോ ജിത്നെ ഹേം ഏക് സേ ഏക് ചണ്ടേ ഹേം. ഇവിടെ എത്രയോ പേരുണ്ട്. ഒരാൾ മറ്റൊരാളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരിൽ നിന്ന് വിഭജിക്കപ്പെട്ടു കഴിയുന്നു. ചോരി യേ കരേം മോഷണം ചെയ്യുന്നത് ഇവരാണ്. ജാൽ ഫരേബ് യേ കരേം. ജാൽ ഫരേബ് എന്ന് പറഞ്ഞാൽ ചതി വഞ്ചന. ചതിയും വഞ്ചനയും ഇവരാണ് ചെയ്യുന്നത്. ജൂട്ടെ മുഗ്ധമേ യേ കരേം. ജൂട്ടെ മുഗ്ധമേ എന്ന് പറഞ്ഞാൽ കള്ളക്കേസ്. കള്ളക്കേസ് മുഗ്ധമേ കേസാണ്. ജൂട്ടെ മുഗ്ധമേ കള്ളക്കേസ്. കള്ളക്കേസുകൾ നടത്തുന്നതും ചെയ്യുന്നതും ഇവരാണ്.
ഠാക്കൂറിന്റെ വീടിന് വാതിലിന് മുമ്പിൽ കുറെ ആളുകൾ, 5-10 പേർ, നിശ്ചിന്തരായ കുറെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. ആ ആളുകളെ നോക്കിയാണ് ഗംഗി ഇപ്രകാരമെല്ലാം ചിന്തിക്കുന്നത്. अभी इस ठाकुर ने तो उस दिन बेचारे गडरिये की बेट चुरा ली थी और बाद में मार कर गा गया. अभी इस ठाकुर ने तो ഈ ഠാക്കൂർ ആണെങ്കിൽ ഉസ് ദിൻ അന്ന് ബേച്ചാരെ ഗഡരിയെ, ബേച്ചാരെ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട, ഗഡരിയെ ആട്ടിടയൻ, ഈ ഠാക്കൂറാണ് അന്ന് പാവപ്പെട്ട ആട്ടിടയന്റെ ബേട്ട് ചുരാ ലീ ഥി, ചെമ്മരിയാടിനെ മോഷ്ടിച്ചത്. और बाद में അതിനുശേഷം മാർക്കർ ഗാഗയ, അതിനെ കൊന്നു തിന്നു. ഇനിയും പണ്ഡിത് കെ ഘർ മേ തോ 12 മാസ് ജുവാ ഹോത്താ ഹേ. ഈ പൂജാരിയുടെ വീട്ടിൽ, പണ്ഡിത് കെ ഘർ, ഈ പൂജാരിയുടെ വീട്ടിൽ, ഈ പൂജാരിയുടെ വീട്ടിലാണെങ്കിൽ തോ ആണെങ്കിൽ 12 മാസ് 12 മാസവും ജുവാ ഹോത്താ ഹേ. ജുവ എന്ന് പറഞ്ഞാൽ പണം വച്ചുള്ള ചൂതുകളി. അപ്പൊ അവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും കുറിച്ച് ഗംഗി ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. എന്തൊക്കെയാണ്? ഈ പൂജാരിയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? 12 മാസവും അദ്ദേഹത്തിന്റെ വീട്ടിൽ പണം വെച്ചുള്ള ചൂതുകളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഠാക്കൂർ ആണെങ്കിലോ ഒരു പാവപ്പെട്ട ആട്ടിടയന്റെ ചെമ്മരിയാടിനെ മോഷ്ടിക്കുകയും അതിനെ കൊന്ന് തിന്നുകയും ചെയ്തു. യഹി സാഹൂജി തോ, ഇനി സാഹൂജി ആണെങ്കിലോ ഗീ മേം തേൽ മിലാക്കർ ബേച്ച്തേ ഹേ. ഗീ എന്ന് പറഞ്ഞാൽ നെയ്യ്, തേൽ എണ്ണ, നെയ്യിൽ എണ്ണ ചേർത്താണ് വിൽക്കുന്നത്. അതായത് കച്ചവടത്തിൽ മായം ചേർക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാം കരാ ലേത്തേ ഹേ, ജോലി എടുപ്പിക്കുന്നുണ്ട്. മജൂരി ദേത്തെ നാനി മർത്തി ഹേ. മജൂരി എന്ന് പറഞ്ഞാൽ കൂലി. മജൂരി ദേത്തെ, കൂലി കിട്ടണമെങ്കിൽ നാനി മർത്തി ഹേ, അമ്മൂമ്മ മരിക്കണം. നാനി എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മയാണ്. കൂലി കിട്ടണമെങ്കിൽ നാനി മരിക്കണം എന്നുള്ള ഒരു പ്രയോഗമാണ്. അതായത് വല്ലപ്പോഴും മാത്രമേ അവർക്ക് കൂലി കൊടുത്തിരുന്നുള്ളൂ. കിസ് കിസ് ബാത് മേം ഹംസെ ഊഞ്ചേ ഹേം, ഏതൊക്കെ കാര്യങ്ങളിലാണ് ഞങ്ങളെക്കാൾ ഉയർന്നവരായിട്ടുള്ളത്? ഹം ഗലി ഗലി ചില്ലാത്തെ നഹീം കി ഹം ഊഞ്ചേ ഹേം, ഹം ഊഞ്ചേ, ഞങ്ങൾ ഗലി ഗലി, ഗലി എന്ന് പറഞ്ഞാൽ തെരുവ് എന്നാണ്. ഹം ഗലി ഗലി ചില്ലാത്തെ നഹീം, ഞങ്ങൾ തെരുവുകൾ തോറും ഒച്ച വെച്ച് നടക്കുന്നില്ല. ഹം ഊഞ്ചേ ഹേം, ഞങ്ങൾ ഉയർന്നവരാണ്. ഹം ഊഞ്ചേ, ഞങ്ങൾ ഉയർന്നവരാണ്. അതായത് ഗംഗി പറയുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇവർ ഞങ്ങളെക്കാൾ ഉയർന്നവരായിട്ടുള്ളത്? ഞങ്ങൾ എന്തായാലും തെരുവുകൾ തോറും നടന്ന് ഞങ്ങൾ ഉയർന്നവരാണ് എന്ന് ഒച്ച വെച്ച് നടക്കുന്നില്ല. കബി ഗാവമേം ആ ജാത്തി ഹും തോ, ഇനി എപ്പോഴെങ്കിലും ഗ്രാമത്തിൽ വരികയാണെങ്കിൽ രസ്ബെരി ആങ് സേ ദേഖ്നെ ലഗ്തേ ഹേം. രസ്ബെരി എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട, മോശമായ രീതിയിലുള്ള, വൃത്തികെട്ട രീതിയിലുള്ള, ആങ് സേ കണ്ണുകളോടെ, ദേഖ്നെ ലഗ്തേ ഹേം, അതായത് എപ്പോഴെങ്കിലും ഗ്രാമത്തിൽ ഈ താണജാതിയുള്ള സ്ത്രീകൾ വന്നാൽ വളരെ മോശമായ രീതിയിലാണ് ഈ ആളുകൾ ഇവരെ നോക്കുന്നത്. ജൈസേ സബ്കി ഛാത്തി പർ സാംബ് ലോട്ട്നെ ലഗ്താ ഹേ. ഛാത്തി പർ സാംബ് ലോട്ട്നെ എന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശിക്കുന്നത് പരിഭ്രമിക്കുക. അവർ പരിഭ്രമിക്കത്തക്ക രീതിയിലാണ് അവരുടെ നോട്ടം, അല്ലെങ്കിൽ ഹൃദയവേദന ഉണ്ടാക്കുന്ന രീതിയിൽ മനസ്സ് പിടയുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ജൈസേ സബ്കി ഛാത്തി പർ സാം ലോട്ട്നെ ലഗ്താ ഹേ പരന്തു ഗമൻ യഹ് കി ഹം ഊഞ്ചേ ഹേ. പരന്തു എന്നാൽ, ഗമൻ, ഗമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം, അഹങ്കാരം ഇതാണ്. ഹം ഊഞ്ചേ ഹേ, ഞങ്ങൾ ഉയർന്നവരാണ്. ഇവിടെ വെള്ളമെടുക്കാൻ എത്തിയ ഗംഗി ഇപ്രകാരമെല്ലാം ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? കുയേം പർ കിസി കെ ആനെ കി ആഹട്ട് ഹുയി. കുയേം പർ കിണറ്റിനടുത്ത്, കിസി കെ ആരുടെയോ, ആനേക്ക് വരുന്നതിന്റെ, ആഹട്ട് ഹുയി, ആഹട്ട് എന്ന് പറഞ്ഞാൽ കാലടി ശബ്ദം. അപ്പൊ കിണറ്റിനടുത്തേക്ക് ആരോ നടന്നു വരുന്നതിന്റെ കാലടി ശബ്ദം ഉണ്ടായി. ഗംഗെ കി ഛാത്തി ദഗ് ദഗ് കർണേ ലഗി. ഗംഗയുടെ ഹൃദയം, ഛാത്തി എന്ന് പറഞ്ഞാൽ ഹൃദയം, ദഗ് ദഗ് കർണേ ലഗി, ദഗ് ദഗ് എന്ന് ഇടിക്കാൻ തുടങ്ങി. കഹീം ദേഖ് ലേം തോ ഗജബ് ഹോ ജായ്. ആരെങ്കിലും കണ്ടാൽ ഗജബ് ഹോ ജായ്, ഗജബ് എന്ന് പറഞ്ഞാൽ അപകടം, ആരെങ്കിലും കണ്ടാൽ അപകടമാണ്. ഏക് ലാത് ബി തോ നീച്ചെ ന പടേ, ഒരു തൊഴി പോലും വെറുതെ ആകില്ല എന്ന് പറഞ്ഞാൽ, ലാത്ത് എന്ന് പറഞ്ഞാൽ തൊഴിയാണ്. ഇത് വെള്ളം കോരാൻ ഗംഗ ഇവിടെ എത്തിയിരിക്കുന്നത് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ അവര് അടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, മർദ്ദിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു അടി പോലും പാഴാവില്ല. उसने गदा और रस्सी उड़ा ली और झुक कर चलती हुई एक वृक्ष के अंधेरे साये में जा गड़ी हुई.
അപ്പോ ആരോ നടന്നു വരുന്ന കാലടി ശബ്ദം കേട്ടപ്പോൾ ഗംഗി എന്ത് ചെയ്തു? ഗഡ ഔർ രസി, ഗഡ എന്ന് പറഞ്ഞാൽ കുടമാണ്, രസി കയർ, ഈ കുടവും കയറും എടുത്തുകൊണ്ട് ഉഡാലി എടുത്തു. ഔർ ജുക്കർ എന്നിട്ട് കുനിഞ്ഞിട്ട് ചൽത്തി ഹുയി നടന്ന് നടന്ന് ഏക് വൃക്ഷക്കെ ഒരു വൃക്ഷത്തിന്റെ അന്തേരെ സായമേം, അന്തേരെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് നിറഞ്ഞ, സായ എന്ന് പറഞ്ഞാൽ മറവിൽ, ഇരുട്ട് നിറഞ്ഞ മറവിൽ ജാഗടി ഹുയി പോയി നിന്നു. കബ് ഇൻ ലോഗോം കോ ദയ ആത്തി ഹേ കിസി പർ, എപ്പോഴാണ് ഇനി ഈ ആളുകൾക്ക് മറ്റുള്ളവരോട് ദയുണ്ടാകുന്നത്? ബേച്ചാരി മഹങ്കു കോ ഇത്ന മാരാക്കി മഹീനോം ലഹു ദൂപ്താ രഹ, പാവപ്പെട്ട മഹങ്കുവിനെ ഇത്രമാത്രം മർദ്ദിച്ചു. എങ്ങനെയായിരുന്നു മർദ്ദിച്ചത്? മഹീനോം മാസങ്ങളോളം, ലഹു ദൂപ്താ രഹ, ലഹു എന്ന് പറഞ്ഞാൽ ബ്ലഡ് രക്തം, ദൂപ്താ രഹ തുപ്പിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ ഛർദ്ദിച്ചു കൊണ്ടിരുന്നു. അപ്പോ പാവപ്പെട്ട മഹങ്കുവിനെ അത്രമാത്രം അവർ മർദ്ദിച്ചു. അതിനാൽ അദ്ദേഹം എന്ത് ചെയ്തു? ആ മഹങ്കു എന്ന് പറഞ്ഞ ആ ആള് ഒരുപാട് മാസങ്ങളോളം രക്തം തുപ്പിക്കൊണ്ടേയിരുന്നു. ഇസ്ലിയെ തോക്കി ഉസ്നെ ബേഗാർ നദീദി, എന്തിനാണ് ഇത്രമാത്രം മർദ്ദിച്ചത്? കൂലിയില്ലാതെ ജോലി ചെയ്യാൻ തയ്യാറാവാതിരുന്നത് കൊണ്ട്. ബേഗാർ എന്ന് പറഞ്ഞാൽ കൂലി എന്നാണ് അർത്ഥം. കൂലി കിട്ടാതെ ജോലി ചെയ്യാൻ തയ്യാറായില്ല, അതിനു വേണ്ടിയാണ് ഇദ്ദേഹത്തെ ഇത്രമാത്രം മർദ്ദിച്ചത്. ഇസ് പർ യേ ലോക് ഊഞ്ചേ ബൻതേ ഹേ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ ആളുകൾ ഉയർന്നവരാകുമോ? കിണറിനടുത്തേക്ക് ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ട് ഗംഗി ഒരു മരത്തിന്റെ മറവിൽ പോയി ഇരുന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ചത്. ഇനി ആരുടെ കാലടി ശബ്ദമാണ് ഗംഗി കേട്ടത്? കുയേം പർ സ്ത്രീയാം പാനി ബർനെ ആയീദീം, ഈ കിണറിൽ നിന്ന് വെള്ളം നിറയ്ക്കാനായി സ്ത്രീകൾ വരുന്നതായിരുന്നു. ഇൻമേം ബാത് ഹോ രഹീദീം, അവരുടെ ഇടയിൽ സംഭാഷണം ഉണ്ടായിരുന്നു, അതായത് അവർ സംസാരിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. ഗാന ഗാനെ ചലെ ആർ ഹുക്മ ഹുവാ കി തസ പാനി ബർലാവോ ഗഡേ കെ ലിയെ പൈസേ നഹീം ഹേ. അതില് ഈ വരുന്ന സ്ത്രീകളിൽ ഒരാൾ പറയാണ് ഗാന ഗാനെ ചലെ, ഭക്ഷണം കഴിക്കാൻ പോയതാണ്. ഓർ ഹുക്മ ഹുവാക്കി, അപ്പോഴേക്കും ആജ്ഞ വന്നു. ഹുക്മ എന്നാൽ ആജ്ഞ അല്ലെങ്കിൽ കൽപ്പന, അപ്പോഴേക്കും കൽപ്പന വന്നു. താസ പാനി ബർലാവോ, നല്ല വെള്ളം നിറച്ചു കൊണ്ടുവരൂ. താസ എന്ന് പറഞ്ഞാൽ നല്ല, പാനി ബർലാവോ നല്ല വെള്ളം നിറച്ചു കൊണ്ടുവരൂ. ഗഡേ കേലിയെ പൈസേ നഹീം ഹേ, കുടത്തിനാണെങ്കിൽ പൈസ പോലും തരില്ല. ഹം ലോഗോം കോ ആരാം സെ ബൈഠേ ദേക്കർ ജൈസെ മർദോം കോ ജലൻ ഹോത്തി ഹേ. ഹം ലോഗോം കോ, ഞങ്ങൾ ആരാം സെ ബൈഠേ ദേക്കർ, ഞങ്ങൾ ഇങ്ങനെ വെറുതെ അല്ലെങ്കിൽ വിശ്രമിച്ചിരിക്കുന്നത് കണ്ടാൽ, ജൈസെ മർദോം കോ, മർദോം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ, ഈ പുരുഷന്മാർക്ക് ജലൻ ഹോത്തി ഹേ, അവർക്ക് ദേഷ്യമുണ്ടാകുന്നു. അപ്പോ ഈ സ്ത്രീകൾ നടന്നു വരുന്ന വെള്ളം എടുക്കാൻ വേണ്ടി കിണറിനടുത്തേക്ക് വരികയാണ്. അവർക്കിടയിലുള്ള സംഭാഷണമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹം ലോഗോം കോ ആരാം സെ ബൈഠേ ദേക്കർ, നമ്മള് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നത് കണ്ടാൽ, ആരാം കർണ വിശ്രമിക്കുക, വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ, ജൈസെ മർദോം കോ ജലൻ ഹോത്തി ഹേ, ഈ പുരുഷന്മാർക്ക് ദേഷ്യമാണ്. ഹാം യഹ് തോ ന ഹുവാ കി കലസിയ ഉഡാക്കർ ബർ ലാത്തെ, बस हुक्म चला दिया कि तासा पानी लाओ जैसे हम लौडियाम ही तो हैं. ഹാം യഹ് തോ ന ഹുവാ കി കലസിയ ഉഡാക്കർ ബർ ലാത്തെ, ഒരു കുടം വെള്ളം എടുത്തുകൊണ്ട് വരില്ല. ബസ് എന്തു മാത്രമേ ചെയ്യുള്ളൂ? ഹുക്മ ചലാദിയ, ആജ്ഞ തന്നു. കി എന്താണ്? താസ പാനി ലാവോ, നല്ല വെള്ളം കൊണ്ടുവരൂ. ജേസെ ഹം ലൗഡിയാം ഹി തോ ഹേം, നമ്മൾ എന്തോ വേലക്കാരികളാണെന്നാണ് അവരുടെ വിചാരം. അപ്പോ ഈ വരുന്ന സ്ത്രീകൾ ആരാണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഠാക്കൂറിന്റെ വീട്ടിലെ സ്ത്രീകളാണ് വെള്ളം എടുക്കാനായിട്ട് വരുന്നത്. അപ്പൊ അവര് തമ്മിലുള്ള സംഭാഷണമാണ്. അവര് ഭക്ഷണം കഴിക്കാൻ പോയതേ ഉള്ളൂ, അപ്പോഴേക്കും ആജ്ഞ വന്നു നല്ല വെള്ളം എടുത്തുകൊണ്ടുവരൂ എന്ന്. ഈ പുരുഷന്മാരാണെങ്കിൽ ഒരു കുടം വെള്ളം പോലും എടുക്കില്ല, പകരം ആജ്ഞ തരികയാണ് ചെയ്യുന്നത്, നല്ല വെള്ളം എടുത്തുകൊണ്ടുവരൂ. അവരുടെ വിചാരം നമ്മൾ എന്തോ വേലക്കാരികളാണ് എന്നാണ്. അപ്പൊ ഠാക്കൂറിന്റെ വീട്ടിലെ സ്ത്രീകളാണ്, ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ് എങ്കിൽ പോലും പുരുഷ മേധാവിത്വം കാരണം അവരുടെ ജീവിതവും കഷ്ടത്തിലാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് കേട്ട് കൂടെയുള്ള സ്ത്രീ പറയുകയാണ്, ലൗഡിയ നഹീം തോ ഓർ ക്യാ ഹോ തും, ലൗഡിയ നഹീം തോ വേലക്കാരി അല്ലെങ്കിൽ ഓർ ക്യാ ഹോ തും, നീ പിന്നെ ആരാണ്? റോട്ടി കപ്പട നഹീം പാത്തീം, റോട്ടി കപ്പട എന്ന് പറഞ്ഞാൽ ഭക്ഷണവും വസ്ത്രവും, ഭക്ഷണവും വസ്ത്രവും കിട്ടുന്നില്ലേ? 10-5 രൂപയെ ബി ചീൻ ചപ്പട്ട് കർ ലേഹി ലേത്തി ഹോ, 5-10 രൂപയൊക്കെ തട്ടിയെടുക്കാറില്ലേ? ഓർ ലൗഡിയം കൈസേ ഹോത്തി, പിന്നെ വേലക്കാരികൾ എങ്ങനെയാണ്?
ചീൻ ചപ്പട്ന എന്ന് പറഞ്ഞാൽ തട്ടിയെടുക്കുക. 5 or 10 രൂപയൊക്കെ തട്ടിയെടുക്കുന്നില്ലേ, പിന്നെ വേലക്കാരികൾ എങ്ങനെയാണ്? അപ്പോ ആദ്യത്തെ സ്ത്രീ പറയുകയാണ്, മത് ലജാവോ ദീദി. ലജാവോ, ലജാന എന്ന് പറഞ്ഞാൽ കളിയാക്കുക. മത് ലജാവോ ദീദി, കളിയാക്കല്ലേ ചേച്ചി. ചിൻ ഭർ ആരാം കർനെ കോ ജി തെരസ് കർ ജാത്താ ഹേ. ചിൻ ഭർ കുറച്ചു സമയം, അല്പസമയം, ആരാം കർണേക്കോ വിശ്രമിക്കാനായി, ജി, ജി എന്ന് പറഞ്ഞാൽ മനസ്സ്, തെരസ്കർ ജാത്താഹേ, തെരസ്കർ ജാത്താഹേ എന്ന് പറഞ്ഞാൽ കൊതിക്കുന്നു. കുറച്ചു സമയം വിശ്രമിക്കാനായി മനസ്സ് കൊതിക്കുകയാണ്. ഇത്തന കാം കിസി ദൂസരെ കെ കർ ദേത്തി തോ ഇസ്സെ കഹിം ആരാം സെ രഹതി. ഇത്തന കാം ഇത്രയും ജോലി, കിസി ദൂസരെ കെ ഗർ ഈ മറ്റേതെങ്കിലും വീട്ടിൽ, കർ ദേത്തി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, കർ ദേത്തി തോ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, ഇസ്സെ കഹീം ആരാം സേ രഹതി ഇതിനേക്കാൾ കൂടുതൽ വിശ്രമം കിട്ടുമായിരുന്നു. ഊപ്പർ സേ വഹ് എഹ്സാൻ മാൻത ഇതിനേക്കാൾ കൂടുതൽ നന്ദിയും ഉണ്ടാകുമായിരുന്നു. യഹാം കാം കർത്തെ കർത്തെ മർ ജാവോ ഇവിടെ ജോലി ചെയ്ത് ചെയ്ത് മരിച്ചു പോവും. പർ കിസി കാ മുഹ് ഹി സീതാ നഹീം ഹോത്ത എന്നാൽ പോലും ഒരാളുടെയും മുഖം തെളിയില്ല. दोनों पानी भरकर चली गई तो गंगी वृक्ष की छाया से निकली और कुएं की जगत के पास आई. അപ്പോ ഇത്രയും അവരുടെ സംഭാഷണമൊക്കെ കഴിഞ്ഞ് അവര് വെള്ളമെടുത്ത് മടങ്ങിപ്പോയി. ദോനോ പാനി ഭർക്കർ ചലി ഗയി രണ്ടുപേരും വെള്ളം നിറച്ച് തിരിച്ചുപോയി. തോ അപ്പോൾ ഗംഗി, ഗംഗി എവിടെയാ നിൽക്കുന്നേ? ഇവരുടെ കാലടി ശബ്ദം കേട്ട് ഒരു വൃക്ഷത്തിന്റെ മറവിൽ നിൽക്കുകയാണ്. ഗംഗി വൃക്ഷ की छाया से निकली और कुएं की जगत के पास आई. അവൾ വൃക്ഷത്തിന്റെ മറവിൽ നിന്നും പുറത്തു വന്ന് ഈ കിണറിന്റെ അടുത്തേക്ക് വന്നു. ബേഫിക്രെ ചലേ ഗയേ ദേ ആ സ്തുതി പാഠകരായിട്ടുള്ള വെറുതെ നിശ്ചിന്തരായ ആളുകൾ ഉണ്ടായിരുന്നു ഠാക്കൂറിന്റെ വീടിന്റെ വാതിലിനരികിലായിട്ട്. അവരും പോയിട്ടുണ്ടായിരുന്നു. ഠാക്കൂർ ബി ദർവാസ ബന്ദ് കർ അന്തർ ആംഗൻ മേ സോനെ ജാ രഹേ ദേ ഠാക്കൂറും വാതിലടച്ചിട്ട് ഉറങ്ങാനായിട്ട് പോവുകയായിരുന്നു. ഗംഗീനെ ക്ഷണിക് സൂക്കി സാസ്ലി ഇതെല്ലാം കണ്ടപ്പോൾ, അതായത് എല്ലാവരും പോയി, ഇനി ഗംഗയ്ക്ക് ധൈര്യമായിട്ട് വെള്ളം എടുക്കാം എന്നൊരു സാഹചര്യമായി. ഗംഗീനെ ക്ഷണിക് സുഗുക്കി സാസ്ലി അവൾ കുറച്ചു നേരത്തെ ആശ്വാസം കൊണ്ട് ഒരു ദീർഘനിശ്വാസം വിട്ടു, അതായത് അവൾക്ക് ആശ്വാസമായി എന്നാണ് പറയുന്നത്. കിസി തരഹ് മൈദാൻ തോ സാഫ് ഹുവ എങ്ങനെയോ ആ മൈതാനം, ആ ഭാഗം സാഫ് ഹുവ വൃത്തിയായി എന്ന് പറഞ്ഞാൽ എങ്ങനെയോ ആളുകളൊക്കെ അങ്ങനെ ഒഴിഞ്ഞു പോയി. अमृत चुरा लाने के लिए जो राजकुमार किसी जमाने में गया था वह भी शायद इतनी सावधानी के साथ और समझ बूझकर न गया हो. അമൃത് ചുര ലാനെ കേളിയെ അതായത് അമൃത് മോഷ്ടിച്ച് കൊണ്ടുവരാനായി ജോ രാജ്കുമാർ ഏത് രാജകുമാരനാണോ, ഏത് വിധത്തിലാണോ രാജകുമാരൻ പോയത്, വഹ് ബി അദ്ദേഹം പോലും, ഷായത് ഒരു പക്ഷേ, ഇത്തിനി സാവധാനി ഇത്രത്തോളം, സാവധാനി എന്ന് പറഞ്ഞാൽ ജാഗ്രതയോടെ, ഇത്രത്തോളം ജാഗ്രതയോടെ, സാവധാനി കെ സാത്ത് ഇത്രത്തോളം ജാഗ്രതയോടെ, और समझ बूझकर न गया हो समझ बूझकर എന്ന് പറഞ്ഞാൽ ചിന്തിച്ചുറച്ച്. അപ്പോൾ അമൃത് മോഷ്ടിക്കാനായിട്ട് പോയ രാജകുമാരൻ പോലും, അദ്ദേഹം ഏതു വിധത്തിലാണോ പോയത്, അദ്ദേഹം പോലും ഒരു പക്ഷേ ഇത്രത്തോളം ജാഗ്രതയോടെ ചിന്തിച്ചുറച്ച് പോയിട്ടുണ്ടാകില്ല. ഗംഗി ദബേ പാവ് കുയേം കി ജഗത് പർ ചടി വിജയ് കാ ऐसा अनुभव उसे पहले न हुआ था. ഗംഗി ദബേ പാവ് അതായത് കാൽപാദം അമർത്തി, കുയേം കി ജഗത് പർ ചടി ആ കിണറ്റിൻ കരയിലേക്ക് കയറി. വിജയ് കാ ഏസ അനുഭവം വിജയത്തിന്റെ ഇതുപോലെയുള്ള അനുഭവം, ഉസേ പഹലെ ന ഹുവാദ അവൾക്ക് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലായിരുന്നു. ഉസ്നെ രസി കാ ഫന്ദ ഗഡേ മേം ഡാല അവൾ രസിക ഫന്ദ കയറിന്റെ കുരുക്ക്, ഫന്ദ എന്ന് പറഞ്ഞാൽ കുരുക്ക്, ഗഡേമേം ഡാല കുടത്തിൽ കെട്ടി. അപ്പോൾ ഇനി അവൾ വെള്ളം കോരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കയറിന്റെ കുരുക്ക് ഈ കുടത്തിൽ കെട്ടി. दाएं बाएं चौकन्नी दृष्टि से देखा जैसे कोई सिपाही रात को शत्रु के किले में सुराग कर रहा हो. ദായേം ബായേം എന്ന് പറഞ്ഞാൽ ഇടത്തും വലതും. ദായേം ബായേം
ചൗക്കന്നി ദൃഷ്ടി സേ ദേഖ, ജാഗ്രത നിറഞ്ഞ ദൃഷ്ടിയോടെ, ജാഗ്രത നിറഞ്ഞ കണ്ണുകളോടെ ഇടത്തും വലത്തും അവൾ നോക്കി. ഇത് കണ്ടാൽ തോന്നും ജേസെ കോയി സിപാഹി, ഏതോ സൈനികൻ, രാത്കോ രാത്രിയിൽ, ശത്രു കെ കിലേമേം, ശത്രുവിന്റെ കോട്ടയിൽ, കില എന്ന് പറഞ്ഞാൽ കോട്ട, ശത്രുവിന്റെ കോട്ടയിൽ, സുരാഗ് കർ രഹാഹോ, സുരാഗ് എന്ന് പറഞ്ഞാൽ തുരങ്കം അല്ലെങ്കിൽ വിടവുണ്ടാക്കുക. അപ്പോൾ ഇത് സുരാഗ് കർ രഹാഹോ, ഈ ഗംഗി വെള്ളം കോരാനായിട്ട് ഈ കുടത്തിൽ കയറിന്റെ കുരുക്കൊക്കെ ഇട്ടു. എന്നിട്ട് ഇടതുവശത്തേക്കും വലതുവശത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുകയാണ്. അപ്പൊ വളരെ ജാഗ്രതയോടെയാണ് അവൾ നോക്കുന്നത്. അവളുടെ നോട്ടം കാണുമ്പോൾ തോന്നും ഏതോ സൈനികൻ ശത്രുവിന്റെ കോട്ടയിൽ കയറി തുരങ്കമുണ്ടാക്കാൻ നോക്കുകയാണ് എന്ന്. അഗർ ഇസ് സമയ വഹ് പകഡ് ലി ഗയി തോ, അഗർ ഇനി, ഇസ് സമയ ഈ സമയത്ത്, വഹ് പകഡ് ലി ഗയി തോ അവൾ പിടിക്കപ്പെടുകയാണെങ്കിൽ, फिर उसके लिए माफी या रियायत की रत्ती भर उम्मीद नहीं, ഈ സമയത്ത് ഗംഗി പിടിക്കപ്പെടുകയാണെങ്കിൽ, ഉസ്കേലിയെ അവൾക്ക്, മാഫി യാ റിയായത് കി മാപ്പ് കിട്ടുവാനോ അല്ലെങ്കിൽ അവളോട് ദയുണ്ടാകുവാനോ, രത്തി ബർ ഉമ്മീദ് നഹീം അല്പം പോലും വിശ്വാസമില്ല. അപ്പൊ ഈ സമയത്ത് അവൾ പിടിക്കപ്പെടുകയാണെങ്കിൽ അവൾക്ക് മാപ്പ് കിട്ടുമെന്നോ അവളോട് ദയ കാണിക്കുമെന്നോ അല്പം പോലും വിശ്വാസമില്ല. अंत में देवताओं को याद करके उसने कलेजा मजबूत किया और गदा कुएं में डाल दिया. अंत में അവസാനം, ദേവതാओं को याद करके ദേവന്മാരെ മനസ്സിൽ ഓർത്തിട്ട്, ഉസ്നെ അവൾ, കലേജ മസ്ബൂത് കിയ ഹൃദയം ശക്തിപ്പെടുത്തി. കലേജ എന്ന് പറഞ്ഞാൽ ഹൃദയം, മസ്ബൂത് കർണ ശക്തിപ്പെടുത്തുക, കലേജ മസ്ബൂത് കിയ और गड़ा कुएं में डाल दिया, എന്നിട്ട് ആ കുടം കിണറ്റിലേക്ക് ഇട്ടു. ഗഡേനെ പാനി മേം ഗോത്ത ലഗായ, ഈ കുടം വെള്ളത്തിൽ മുങ്ങി. ബഹുത് ഹി ആഹിസ്ത, വളരെ പതുക്കെ അല്ലെങ്കിൽ വളരെ സാവധാനം ഈ കുടം ഈ വെള്ളത്തിലേക്ക് മുങ്ങി. ആഹിസ്ത എന്ന് പറഞ്ഞാൽ പതുക്കെ അല്ലെങ്കിൽ സാവധാനം. ഗോത്ത ലഗായ എന്ന് പറഞ്ഞാൽ മുങ്ങി എന്നാണ് അർത്ഥം. സരാബി ആവാസ് ന ഹുയി, സരാബി അല്പം പോലും, ആവാസ് ശബ്ദം, അല്പം പോലും ശബ്ദം ഉണ്ടായില്ല. ഗംഗീനെ ദോ ചാർ ഹാത്ത് ജൽദി ജൽദി മാരേ, ഗംഗി എന്ത് ചെയ്തു? രണ്ടോ നാലോ പ്രാവശ്യം ആഞ്ഞ് വലിച്ചു, വളരെ വേഗത്തിൽ തന്നെ വലിച്ചു. ഗഡ കുയേ കാ മുഹ് തക് ആ പഹൂഞ്ച, ആ കുടം, വെള്ളം നിറച്ച ആ കുടം കിണറ്റിന്റെ വായ് വരെ, അതായത് കിണറ്റിന്റെ മുകൾ ഭാഗം വരെ എത്തി. കോയി ബഡ ഷഹ്ജോർ പഹൽവാൻ ബി ഇത്തിനി തേസി സെ ന ഗീഞ്ച് സക്താ താ, ഇങ്ങനെ ഗംഗി വളരെ ശക്തിയിൽ ഈ കുടം വലിച്ചു കയറ്റുന്നത് കണ്ടാൽ, കോയി ബഡ ഷഹ്ജോർ പഹൽവാൻ, വലിയ ശക്തനായ ഗുസ്തിക്കാരൻ, ഫയൽവാൻ പോലും, ഇത്തിനി തേസി സെ ന ഗീഞ്ച് സക്താ താ, ഇത്രയും ശക്തിയിൽ വലിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഷഹ്ജോർ എന്ന് പറഞ്ഞാൽ ശക്തനായ, പഹൽവാൻ ഫയൽവാൻ ഗുസ്തിക്കാരൻ, വളരെ ശക്തനായ ഒരു ഗുസ്തിക്കാരന് പോലും ഇത്രയും ശക്തിയിൽ ഇങ്ങനെ വലിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. ഗംഗി ജുക്കി की गिरे को पकड़कर जगत पर रखे कि एकाएक ठाकुर साहब का दरवाजा खुल गया. ഗംഗി ജുക്കി, ഗംഗി ഒന്ന് കുനിഞ്ഞിട്ട്, ഗഡേ കോ പക്കഡ്കർ, ആ കുടത്തിനെ ഇങ്ങനെ പിടിച്ചു. ജഗത് പർ രക്കെ, എന്നിട്ട് ആ കിണറിന്റെ ആ മതിൽ കെട്ടിൽ വെച്ചു. കി എക്കായക്, എന്നിട്ട് എന്താ സംഭവിച്ചേ? എക്കായക് പെട്ടെന്ന്, ഠാക്കൂർ സാഹിബ് കാ ദർവാസ ഖുൽ ഗയ, ഠാക്കൂർ സാഹിബിന്റെ വാതിൽ തുറക്കപ്പെട്ടു. ഷേർ കാ മുങ് ഇസ്സെ അധിക് ഭയാനക് ന ഹോ, ഷേർ കാ മുങ്, ഷേർ എന്ന് പറഞ്ഞാൽ സിംഹം, സിംഹത്തിന്റെ മുഖം പോലും ഇതിലും ഭയാനകമല്ല. അപ്പോൾ ഈ വാതിൽ തുറക്കപ്പെട്ട സമയത്ത്, വാതിൽ തുറന്ന സമയത്ത് ഗംഗി പേടിച്ചു പോയി. അപ്പോൾ പറയുന്നത് സിംഹത്തിന്റെ മുഖം പോലും ഇത്രയ്ക്ക് ഭീകരമല്ല, അത്രയും ഭയാനകമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഗംഗിയുള്ളത്. ഗംഗി കെ ഹാത്ത് സെ രസി ചൂട്ട് ഗയി, ഗംഗയുടെ കയ്യിൽ നിന്ന് രസി കയർ, ചൂട്ട് ഗയി വഴുതിപ്പോയി. രസി കെ സാത്ത് ഗഡ ദഡാം സെ പാനി മേം ഗിര, ഈ കയർ വഴുതിപ്പോയപ്പോൾ ആ കുടവും ദഡാംസെ, ദഡാം എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദത്തോടെ, ആ കുടവും വലിയ ശബ്ദത്തോടെ പാനീമേം ഗിര വെള്ളത്തിൽ വീണു. और कई क्षण तक, കുറെ നിമിഷങ്ങളോളം,
പാനി മേം ഹിൽക്കോരേക്ക് ആവാസേം സുനായി ദേത്തി രഹീം. കുറെ നിമിഷങ്ങളോളം വെള്ളത്തിൽ ഹിൽക്കോരേക്ക് ആവാസേം, അലയടി ശബ്ദം. നമുക്കറിയാം, വെള്ളത്തിൽ എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും വെള്ളത്തിലേക്ക് വീഴുകയാണെങ്കിൽ ഒരു അലയടി ശബ്ദം നമുക്ക് കേൾക്കാം. അപ്പൊ നിമിഷങ്ങളോളം ഈ അലയടി ശബ്ദം അല്ലെങ്കിൽ ഈ ഓളം കേട്ടുകൊണ്ടേയിരുന്നു. ഠാക്കൂർ കോൺ ഹേ പുകാർത്തെ ഹുയെ കുയേം കി തരഫ് ആ രഹേ ദേ. ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഠാക്കൂർ കിണറ്റിനടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. और ഗംഗി ജഗത് സേ കൂദ്കർ ഭാഗി ജാ രഹി ഥി. അപ്പോൾ ഗംഗി എന്താണ് ചെയ്തത്? ജഗത് സേ കൂദ്കർ, ജഗത് എന്ന് പറഞ്ഞാൽ കിണറ്റിൻ കരയാണ്. ഈ കിണറ്റിൻ കരയിൽ നിന്ന് ചാടിയിട്ട്, കൂദ്കർ ചാടിയിട്ട്, ഭാഗി ജാ രഹി ഥി പുറത്തേക്ക് പോവുകയായിരുന്നു. ഇനി അവൾക്ക് വെള്ളം കിട്ടിയില്ല. ഇനി വീട്ടിലേക്കാണ് അവൾ നേരെ ഓടി വന്നത്. അവിടെ വന്നപ്പോൾ ഉണ്ടായ സംഭവം എന്താണ്? അവിടെ വന്നപ്പോൾ അവൾ കാണുന്ന കാഴ്ച ഇതാണ്. ഗർ പഹുഞ്ച് കർ ദേക്ക, വീട്ടിലെത്തിയപ്പോൾ അവൾ കണ്ടു. കി എന്താണെന്ന് വെച്ചാൽ ജോക്കു ലോട്ട മുംസെ ലഗായ വഹി മൈല ഗന്ദ പാനി പീ രഹാ ഹേ. ജോക്കു ദാഹം സഹിക്കവയ്യാതെ ഈ മൊന്തയിലുള്ള ഈ മലിനമായ വെള്ളം കുടിക്കുകയായിരുന്നു. അപ്പോ രോഗിയായ ജോക്കു ഈ മലിനമായ വെള്ളം കുടിച്ചാൽ അസുഖം കൂടുമെന്ന് ഗംഗയ്ക്ക് അറിയാം. എന്നാൽ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ആ വെള്ളം തിളപ്പിച്ചാൽ അതിന്റെ കേടുപാടുകൾ പോകുമെന്നുള്ളത് അവൾക്കറിയില്ല. അപ്പൊ ഈ അസുഖം കൂടുമല്ലോ എന്ന് കരുതി നല്ല വെള്ളം കൊണ്ടുവരാനായിട്ട് വളരെ കഷ്ടപ്പെട്ട് ഗംഗി പോവുകയാണ്. വെള്ളം കിട്ടി എന്നൊരു വിശ്വാസം വന്നു. പക്ഷേ അതിനുശേഷം പെട്ടെന്ന് തന്നെ അവിടെ ഠാക്കൂറിന്റെ വാതിൽ തുറക്കപ്പെടുകയും ഠാക്കൂർ അവിടെ നിന്ന് ഇറങ്ങി വരികയും ചെയ്യുന്നു. അവൾക്ക് ആ വെള്ളം നഷ്ടപ്പെടുകയാണ്. അപ്പൊ വളരെ സങ്കടത്തോടെ ഗംഗി വീട്ടിലേക്ക് ഓടുകയാണ്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച തന്റെ രോഗിയായ ഭർത്താവ് മലിനമായ ആ വെള്ളം കുടിക്കുന്നതാണ്. അപ്പൊ ആ വെള്ളം കുടിക്കാതിരിക്കാനാണ് ഗംഗി ഇത്രത്തോളം കഷ്ടപ്പെട്ടത്. അപ്പോൾ അവൾക്ക് വെള്ളം കിട്ടിയതുമില്ല. ഈ മലിനമായ വെള്ളം തന്നെ ജോക്കു കുടിക്കുകയും ചെയ്തു. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ അറിയാത്ത വാക്കുകൾ കുറച്ച് വരുന്നുണ്ട്. അപ്പൊ ഈ വാക്കുകളെല്ലാം നിങ്ങൾ നല്ല പോലെ പഠിക്കുക, അതിന്റെ അർത്ഥം നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി ഈ പാഠത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.